മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ഫ്ലാറ്റ് ഓപ്പണിങ്ങും വൊളാറ്റിലിറ്റിയാണ്. ഏഷ്യയിലും മറ്റു മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ എല്ലാ മാർക്കറ്റുകളും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതേസമയം സൗത്ത് കൊറിയൻ മാർക്കറ്റ് കോസ്പി ഇൻഡെക്സ് 4% താഴെയാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കയിൽ നോക്കുകയാണെങ്കിൽ ഡൗ ജോൺസ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ റസൽ 2000 ഇൻഡെക്സ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. മറ്റ് ഇൻഡെക്സുകളും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം ടെക്നോളജി സ്റ്റോക്കുകൾ പൊതുവെ നോക്കുകയാണെങ്കിൽ ചിപ്പ് റിലേറ്റഡ്, മെമ്മറി റിലേറ്റഡ് സ്റ്റോക്കുകളിൽ നല്ല പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇന്നലെ കണ്ടത്. അതേസമയം ഡ്രോൺ മേക്കിംഗ് കമ്പനികൾ, ആന്റി ഡ്രോൺ മേക്കിംഗ് കമ്പനികളൊക്കെ തന്നെ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് അമേരിക്കയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്നലെ അമേരിക്കയിൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് രംഗത്തുള്ള കോണ്ടിനം ലിസ്റ്റ് ചെയ്തിരുന്നു. $60 പെർ ഷെയർ ആണ് ഇന്നലെ IPO പ്രൈസ് ഫിക്സ് ചെയ്തിരുന്നത്. $71.38 പെർ വരെ ഉയർന്നിരുന്നു. അതിനുശേഷം 60.38 ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് രംഗത്ത് ഒരു സ്റ്റോക്ക് കൂടി ലഭിക്കുകയാണ് ഇൻവെസ്റ്റേഴ്സിന് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. മാർക്കറ്റ് താഴെ വരുമ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ താഴെ വരികയാണെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ, ഓവർസീസ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്നതാണ്. യൂറോപ്പിലും ഇന്നലെ ഇൻഡെക്സുകളെല്ലാം തന്നെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം ഇന്നലെ ഏഷ്യയിലെ എല്ലാ മാർക്കറ്റുകളും സ്ലൈറ്റ്ലി വീക്കായിരുന്നു. നമ്മുടെ മാർക്കറ്റിൽ വൊളാറ്റിലിറ്റി ഉണ്ടായിരുന്നു. അതിനുശേഷം ബെറ്റർ ആയിട്ടാണ് നമ്മൾ ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ഇനി കമ്മോഡിറ്റി മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്ന് സ്ലൈറ്റ്ലി വീക്കാണ്. $4437 പെർ ഔൺസിനാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. സിൽവർ $72.28 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റ് കമ്മോഡിറ്റികളെല്ലാം തന്നെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ബ്രെൻഡ് ക്രൂഡ് ഓയിൽ $95.83 പെർ ബാരലിനാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി ഇന്നലെ $US അഗൻസ്റ്റ് ആയിട്ട് ഇന്നലെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ്. $95.7425 പെർ ഡോളറിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിക്കാണ് RBI മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ഡിസിഷൻ വരുന്നത്. റുപ്പീനെ പ്രോപ്പപ്പ് ചെയ്യാനുള്ള പല അനൗൺസ്മെന്റുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ഒരു മൂവ്മെന്റ് ഒക്കെ റുപ്പിയുടെ കാര്യത്തിലും മാർക്കറ്റിന്റെ കാര്യത്തിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി നമ്മൾ ഓവറോൾ ന്യൂസ് ലോസ് നോക്കുകയാണെങ്കിൽ TCS ഗവൺമെന്റ് എല്ലാ മിനിസ്ട്രിയിലും AI ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവാണ്. TCS അടക്കമുള്ള 6 കമ്പനികളെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. TCSനാണ് ഒരു അപ്പർ ഹാൻഡ്. TCSനെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ട് ന്യൂസ് ആണ്. ഒപ്പം ഹിൻഡാൽക്കോ ധാരാളം പുതിയ പ്രൊഡക്റ്റുകളും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ഹിൻഡാൽക്കോനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ് ആണ്. അതോടൊപ്പം തന്നെ ഡ്രോൺ കമ്പനികൾ, ഗവൺമെന്റ് വലിയ രീതിയിലാണ് പ്രൊക്യൂർമെന്റ് ഡ്രോണുകൾ നടത്താൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സെഗ്മെന്റിലുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് തന്നെ ലഭിക്കാൻ പോകുന്നു. ഈ ന്യൂസിന്റെ ഇമ്പാക്റ്റിൽ ഇന്നലെ തന്നെ സെൻ ടെക്നോളജി പോലുള്ള ഓഹരികളൊക്കെ നല്ല രീതിയിൽ മുന്നേറിയിരുന്നു. പ്രീമിയർ എനർജീസിന് ഗ്രേഡ് A കാറ്റഗറി കിട്ടിയിട്ടുണ്ട്. PV സോളാർ മോഡ്യൂൾ മാനുഫാക്ചറിംഗ് രംഗത്ത് നടന്നിട്ടുള്ള ഒരു സർവേയുടെ ഒരു റിസൾട്ടാണ്. അതോടൊപ്പം തന്നെ 12,500 കോടി രൂപ CapExും കൂടി ഈ കമ്പനി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ലോങ് റണ്ണിലേക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. NBCC നല്ല റിസൾട്ടായിരുന്നു പുറത്തു വിട്ടിരുന്നത്. അതോടൊപ്പം തന്നെ DDA ടവറിംഗ് ഹൈറ്റ്സ് എന്ന് പറയുന്ന ഡൽഹിയിലുള്ള ഫ്ളാറ്റുകളുടെ ബുക്കിംഗ് ജൂൺ 30 വരെ നീട്ടിയിട്ടുണ്ട്. NBCC ആണ് ഇതിന്റെ പ്രൊജക്ട് മാനേജ്മെന്റ്. NBCCനെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്തിരുന്ന മെയിൻ ബോർഡ് IPO CMR ഗ്രീൻ സെക്കൻഡ് ഡേ 9.66 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ നേടിയിട്ടുണ്ട്. ഇന്നാണ് ലാസ്റ്റ് ഡേ. ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ് CMR ഗ്രീൻ. അതോടൊപ്പം തന്നെ ഇന്നൊരു IPO ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഹെക്സഗൺ ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു IPO ആണ്. 45 രൂപയാണ് ഇഷ്യൂ പ്രൈസ് വരുന്നത്. ഈ IPOയിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും മൈനർ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. CG പവറിന്റെ എക്സ്ട്രാ ഹൈ വോൾട്ടേജ് സ്വിച്ച് ഗിയർ ഫാക്ടറി നാഷിക്കിൽ ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. CG പവറിനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ പോസിറ്റീവ് ആണ്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റ് ട്രെൻഡ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് തന്നെയാണ്. ആ ടെൻഷൻസ് ഒത്തുതീരാണെങ്കിൽ അതിൻ്റെതായ പോസിറ്റീവ് ഇമ്പാക്റ്റ് നമ്മുടെ മാർക്കറ്റിലും കണ്ടേക്കാം. അതേസമയം വലിയ രീതിയിൽ വഷളാവുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റുകൾക്കൊപ്പം ഉള്ളൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മുടെ മാർക്കറ്റിലും അതിൻ്റെതായ ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാൻ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസയുണ്ട്. ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.